ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാനാണ് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഡേ ഇൻ മൈ ലൈഫോ എൻ്റെ സൺഡേ ബ്ലോഗോ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും കണക്ക് കൂട്ടാം. അങ്ങനെ ഞാൻ രാവിലെ തന്നെ എണീറ്റ് കുറച്ച് നേരം വൈകിട്ടാട്ടോ എണീറ്റ്. സൺഡേ അല്ലേ, അപ്പോൾ നേരം വൈകണം, അത് സൺഡേയുടെ ഒരു പ്രത്യേകതയാണ്. അങ്ങനെ ഞാൻ കുളിച്ച് മാറ്റി ഒരു സൺസ്ക്രീമും പിന്നെ വീഡിയോ എടുക്കണതിനെ കൊണ്ടൊന്ന് കണ്ണും പൊട്ടൊക്കെ എഴുതി ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഇറങ്ങാട്ടോ. സുന്ദരിയായിരുന്നെന്ന് എൻ്റെ വിശ്വാസം, ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്താ നിങ്ങളുടെ അഭിപ്രായം? അങ്ങനെ സിന്ദൂരൊക്കെ ഇട്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങാണ്. നേരെ തന്നെ അടുക്കളയിലേക്കായിട്ട് ചെല്ലുന്നത്. ഇതാണ് അടുക്കളേൻ്റെ കോലം. അപ്പോൾ നമ്മൾ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വെള്ളപ്പാണ് നമ്മളെ വീട്ടിൽ. വെള്ളപ്പാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുകയാണെങ്കിലും, കാരണം ഏട്ടന് വെള്ളപ്പം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വെള്ളപ്പാണ് അധികം ഉണ്ടാക്കൽ തന്നെ. അപ്പോൾ ഞാൻ അടുക്കളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കഴിഞ്ഞ് പിന്നെ ചോറിനുള്ള വെള്ളം എടുത്ത് വെച്ച് തുടക്കം കഴിഞ്ഞ് അടുക്കള പിന്നെ ചായക്കും എല്ലാത്തിനുള്ള വെള്ളം എടുത്ത് വെച്ച് പിന്നെ തീ പിടിപ്പിക്കാൻ നിൽക്കുക കേട്ടോ. നമ്മൾ അടുപ്പത്താണ് ചോറ് വെക്കുക. അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഞാൻ അടുപ്പത്താണ് ചോറ് വെക്കലെന്ന്. അങ്ങനെ ഞങ്ങളിങ്ങനെ ആട്ടോ തീ പിടിക്കുക. ചകിരി പിന്നെ ചെറിയ കനം കുറഞ്ഞ വിറക് ആദ്യം വെക്കും. പിന്നെ തീ പിടിച്ചതിൻ്റെ ശേഷം നല്ല രീതിക്ക് നല്ല കത്തുന്ന വിറക് അങ്ങോട്ട് വെച്ചുകൊടുത്ത് അങ്ങോട്ട് കത്തിക്കല ചെയ്യൽ. ചോറും കറിയൊക്കെ അങ്ങനെ അടുപ്പത്ത് തന്നെ അട വെക്കുക. ബാക്കി ഉപ്പേരി, ചായക്കടി അതൊക്കെ ഗ്യാസുമ്മേലെ വെക്കുക. ടൈമുണ്ടെങ്കിൽ അടുപ്പത്തും വെക്കും. അങ്ങനെ അവിടെ കിടന്ന് വെള്ളം ആവട്ടെ. ഇത് പിന്നെ ഉണ്ട അരിയാണ് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുക. അതിനെക്കൊണ്ട് തന്നെ ഞാൻ വെള്ളം വെച്ചൊരു 5 മിനിറ്റ് കഴിഞ്ഞാൽ തന്നെ ഞാൻ അരി ഇട്ടും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റേഷൻ അരി ആകുമ്പോഴേ തിളച്ചിട്ടിട്ട് കാര്യമുള്ളൂ. ഈ അരി വെള്ളത്തിൻ്റെ കൂടെ വെച്ചാലും ഒരു കുഴപ്പമില്ല. പിന്നെ ചായ വെക്കുന്നുണ്ട്. ചായക്ക് വെള്ളം വെച്ച് 2 കപ്പിലായിട്ട് 1 കപ്പിൽ ചായപ്പൊടിയും മറ്റേ കപ്പിൽ കാപ്പിപ്പൊടി കേട്ടോ. അച്ഛന് ചായ, അമ്മയ്ക്ക് കാപ്പി. അമ്മയ്ക്ക് കുറച്ച് മതി, അച്ഛന് ആ ഒരു ചെറിയ ജഗ്ഗിലും കേട്ടോ. അങ്ങനെ വെള്ളം തിളച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ 2 ഒഴിച്ച് വെക്കും. അപ്പോൾ ഓർക്ക് ഇഷ്ടമുള്ളത് ഓരെന്താ വെച്ചാൽ കുടിച്ചോട്ടെ. അത് കഴിഞ്ഞ് ഓരോ പണിയിലേക്ക് കിടക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിനിപ്പോൾ നമ്മുടെ ചായയും കാപ്പിയും ആയിട്ടുണ്ട്. അച്ഛന് നല്ല കടുപ്പം വേണം ചായക്ക്. പിന്നെ അരി ഇടുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അരി വേഗം ഇടലുണ്ട് ഇവിടെ. അരി ഇട്ട് കഴിഞ്ഞതിന് ശേഷമായിട്ട് ഞാൻ പിന്നെ മീനൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടേക്കുന്നുണ്ട്. കാരണം ഫ്രിഡ്ജിലാണ് നമ്മളെ മീൻ. ഇന്ന് നമുക്ക് കറി വെക്കാൻ കോരാട്ട കിട്ടിയത്. കോരയും വേറെന്തോ മീനും ഉണ്ടതിന് ശരിക്കും മറന്നുപോയി. ഞാനിത് കുറേ മുന്നേ ഞാൻ എടുത്ത് വെച്ച വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാനുള്ള മടീനെ കൊണ്ടാണ് അവിടെ വെച്ചേക്ക്. ഇനി പിന്നെ ഇപ്പം ഇങ്ങനെ വെറുതെ നിന്നപ്പോൾ എഡിറ്റ് ചെയ്യാൻ വിചാരിച്ച് അങ്ങനെ പിന്നെ ഞാൻ ഉപ്പേരിക്ക് അരിയാൻ തുടങ്ങി. ഉപ്പേരിക്ക് അരിയുന്നതിൻ്റെ കൂടെ തന്നെ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കുന്നുണ്ട്. അതാകുമ്പോൾ എളുപ്പമല്ലേ. ഉപ്പേരിക്ക് നമ്മൾ ബീൻസാട്ടോ കിട്ടിയത്. അങ്ങനെ വെള്ളപ്പം ഓരോന്നായി ചുടുന്നുമുണ്ട് അരിയുന്നുമുണ്ട്. പിന്നെ നിങ്ങൾക്കൊക്കെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഓരോരുത്തരും എന്നോട് ഓരോ വീഡിയോ ഇടാൻ പറയുന്നുണ്ട്. എനിക്ക് അതിനെ പറ്റിയൊന്നും വലിയ ഐഡിയ ഇല്ല. വെറൈറ്റി കണ്ടൻറ്റ് ഒക്കെ ആയിട്ട് ഇടാൻ പറയുന്നുണ്ട്. എന്താ വെറൈറ്റി എനിക്ക് വീഡിയോ എടുത്ത് തരാനും ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് എടുക്കുന്നതിനെ കൊണ്ട് ഒരു വിധത്തിലാണ് പോണേ. എപ്പോഴെങ്കിലും ഏട്ടന് ടൈം കിട്ടുമ്പോൾ ഏട്ടൻ വന്നെടുത്ത് തരില്ല ചെയ്യൽ. പിന്നെ ഞായറാഴ്ച ഏട്ടനെ ബുദ്ധിമുട്ടിക്കണത് വളരെ മോശമല്ലേ. ഏട്ടൻ കിടന്നുറങ്ങിക്കോട്ടെ വിചാരിക്കും. ഇതൊരു നമ്മൾ അരിഞ്ഞ് വെച്ച ബീൻസ്, വെള്ളപ്പമാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ സ്ഥിരം ദിവസങ്ങളിൽ നിങ്ങളത് കാര്യമാക്കരുത്. കാരണം ഞാൻ ഞായറാഴ്ച വീഡിയോ എടുക്കുക. ഞായറാഴ്ച മിക്കവാറും നമ്മളെ വീട്ടിൽ വെള്ളപ്പം ഉണ്ടാവാറ്. അങ്ങനെ അരിയൊക്കെ തിളച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പിന്നെ തലേന്നത്തെ ചോറുണ്ട് കേട്ടോ. ഞാൻ തലേന്നത്തെ ചോറ് നല്ലോണം തിന്നും. അത് തിളപ്പിച്ച് ഊറ്റി ഞാൻ നല്ലോണം കഴിക്കും. അങ്ങനെ തലേന്നത്തെ ചോറ് തിളപ്പിച്ച് ഊറ്റാണ് ചെയ്യുന്നത്. വെറുതെ വേസ്റ്റ് ആക്കണ്ടോ, നല്ല അരിയുമാണ്, വെറുതെ കളയണ്ടല്ലോ. അങ്ങനെ ഞാനത് തിളപ്പിച്ച് ഊറ്റി കഴിക്കും. അമ്മയും കഴിക്കും, കുറേ ഉണ്ടെങ്കിൽ ഏട്ടനും കഴിക്കും. അച്ഛനാണ് തലേന്നത്തെ ചോറൊന്നും കഴിക്കാത്തത്. അങ്ങനെ അത് തിളപ്പിച്ച് ഊറ്റാൻ വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെയും വെള്ളപ്പം തന്നെ ചുടണം. വെള്ളപ്പം ചുട്ട് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ മേശപ്പുറവും ജനലൊക്കെ ഒന്ന് തട്ടിക്കൊട്ടി വെക്കും, ഒന്ന് തുടച്ച് വൃത്തിയാക്കും. അതിൻ്റെ ശേഷമാണ് പിന്നെ അടിയും തുടയ്ക്കാൻ നടക്കുന്നത്. പിന്നെ കസാലൊക്കെ അടുക്കി വെച്ചിട്ട് റൂമും ആളും ഒക്കെ ഒന്നാകെ അടിച്ച് വാരും. അത് കഴിഞ്ഞിട്ട് നമ്മൾ തുടയ്ക്കാൻ ഇറങ്ങും കേട്ടോ. പിന്നെ എന്നൊന്നും തുടയ്ക്കലില്ല കേട്ടോ. 2 ദിവസം കൂടുമ്പോഴൊക്കെ തുടയ്ക്കുക. പിന്നെ ഞായറാഴ്ച നമ്മൾ
മിക്ക ദിവസവും ഞായറാഴ്ചയും തുടച്ച് വിടും. കാരണം ഞായറാഴ്ച അല്ലേ ആരെങ്കിലുമൊക്കെ വരുന്നതല്ലേ വെച്ചിട്ട്. പിന്നെ മക്കളൊക്കെ ഉണ്ടെങ്കിൽ ഡെയിലി തുടയ്ക്കാറുള്ളൂ. ഇതിപ്പോൾ ഞങ്ങൾ 4 ആൾ മാത്രമല്ല. പിന്നെ ടൈം ഇപ്പോൾ ഒരു 9:15 ആയപ്പോഴാണ് ഞാൻ ചായ കുടിക്കാൻ വിചാരിച്ച്. അമ്മയ്ക്ക് ചായ കുടിച്ച് പോയി, പണിക്ക് പോയി. അച്ഛന് പുറത്തുണ്ട്. അങ്ങനെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി 2 വെള്ളപ്പവും പിന്നെ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇവിടെ കുക്കറിൽ എന്താണ് വെച്ചത് എനിക്ക് ഓർമ്മയില്ല. കറിയാണ് തോന്നുന്നത്. അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ചിക്കൻ കറി വെക്കിനി. ചിക്കൻ കറിയാണോ എനിക്ക് ഓർമ്മയില്ല എന്താ കുക്കറിൽ വെച്ചതെന്ന്. ചിക്കൻ കറി എന്തായാലും അന്നത്തെ ദിവസം ഉണ്ട്. കുക്കറിൽ പിന്നെ ഞാൻ വേറെ എന്താ വെച്ചതെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല. എനിക്ക് തോന്നുന്നു പച്ചക്കറിയാണ് തോന്നുന്നു. നമ്മളിടയ്ക്ക് പച്ചക്കറിയും വെക്കും, ഇടയ്ക്ക് ചിക്കൻ കറിയും വെക്കും. അങ്ങനെ ഞാൻ വെള്ളപ്പം കഴിച്ച് പിന്നെ വെള്ളമൊക്കെ കുടിച്ച് കുറച്ച് നേരം പോയി ഇരുന്ന്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഞാൻ അടുക്കളയിലേക്ക് വന്നു ഗായ്സ്. അങ്ങനെ എൻ്റെ പണിക്ക് ഏകദേശം ഒരുവിധമായി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ടൈം എന്താ പറയുക 10 മണി ആവാനുള്ളൂ. 10 മണിക്ക് 10 മിനിറ്റ് ഉണ്ട്. ആ ടൈമിലാണ് അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛന് ചിക്കൻ ഇഷ്ടമാണ്. മീനങ്കാട്ടി കൂടുതൽ ചിക്കനാണ്. അപ്പോൾ ഞായറാഴ്ച ചില ദിവസങ്ങളിൽ ചിക്കനും ആവും. അപ്പോൾ നമ്മൾ ഉപ്പേരി ഇവിടെ ആയിട്ടുണ്ട്. കുക്കറിൽ എന്താണ് പരിപ്പ് കറിയാണ് വെച്ചത്. പരിപ്പും മുരിങ്ങക്കായും അതായിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചിക്കൻ കൊണ്ടുവന്നതിനെ കൊണ്ട് ഞാൻ ഉള്ളി ഉരുളക്കിഴങ്ങും ഒക്കെ എടുത്ത് വെച്ച് നന്നാക്കുന്നുണ്ട്. അച്ഛൻ കൊണ്ടുവരുമ്പോൾ വെക്കാൻ വിചാരിച്ചിട്ട് ഒക്കെ നന്നാക്കി സെറ്റാക്കി വെച്ച് അതിൻ്റെ ഇടയിൽ ചോറ് വാർത്ത് കുത്തി. പിന്നെ ചുക്കള്ളം വെച്ചിട്ടുണ്ട്. മറ്റേ തിളപ്പിച്ച് ഊറ്റിയ ഇതും റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വറുത്ത് എന്നല്ലേ ഞാൻ പറയുന്നത്, ഇതൊക്കെ വാട്ടിയിട്ടാണ് ഞാനിവിടെ കറി വെക്കൽ. അതുപോലെ എന്താണ് ഇതില്ലേ നമ്മൾ കറാമ്പട്ട, ഗ്രാമ്പു, ഏലക്കായ് ആ സാധനങ്ങളൊക്കെ ഞാൻ ചെറിയൊരു പാത്രത്തിലാക്കി ഒന്ന് കൊത്തി നുറുക്കി വെക്കലുണ്ട്. പൊടിക്കാറില്ല, എനിക്ക് പൊടിക്കണ ഇഷ്ടമല്ല. അതുപോലെ മുളകും പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഒരു ചെറിയ പാത്രത്തിലാക്കിയിട്ടിട്ടുണ്ട്. അതുപോലെ ഉള്ളി ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ നല്ലതുപോലെ വരട്ടിയതിൻ്റെ ശേഷം ഈ മസാല അതിലേക്കിടും. ഈ മസാല ഇട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അത് നല്ലതുപോലെ വാട്ടുക ചെയ്യുന്നത്. വാട്ടിക്കഴിഞ്ഞതിൻ്റെ ശേഷം ചിക്കനും ഇട്ട് ഒന്ന് ഇളക്കും. ഇളക്കി കഴിഞ്ഞതിൻ്റെ ശേഷം ഒരു 2 വിസൽ, പെട്ടെന്ന് വേകുന്ന ചിക്കൻ ആയതുകൊണ്ട് ഞാൻ 2 വിസലാണ് വെക്കുന്നത്. പിന്നെ അതുപോലെ പൊരിക്കുന്നുണ്ട്. അമ്മയ്ക്ക് ഇവിടെ കറീനെക്കാട്ടി കൂടുതലിഷ്ടം ചിക്കൻ പൊരിക്കുന്നതാണ്. അത് അമ്മ തന്നെ മസാല കൂട്ടി വെച്ചതിട്ടാണ്. പിന്നെ അതിൻ്റെ ശേഷം ഞാനിവിടെ കൂന്തൽ നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഇത്രയും തോന്നെ സാധനങ്ങളായതുകൊണ്ട് തന്നെ ഞാനത് എടുക്കണില്ല, നേരെ ഫ്രീസറിൽ കൊണ്ടുപോയി വെച്ചതാണ്. ഇപ്പോൾ നമ്മളെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, ചിക്കൻ കറി. ഇത് ഞാനിനി ഒന്നും കൂടി തിളപ്പിക്കും. എന്നിട്ട് ചിക്കൻ മസാല ഒക്കെ ഇട്ട് ശരിയാക്കും. ഇത് ചിക്കൻ പൊരിച്ചത്. പിന്നെ എൻ്റെ പണിക്ക് ഏകദേശം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പോയി കുറച്ച് നേരം പോയി കിടന്ന്. അപ്പോൾ ടൈം ഏകദേശം ഒരു 11 മണി ആയിട്ടുണ്ട്. കുറച്ച് നേരം കൊലായിലൊക്കെ വന്നിരുന്ന് പോയി കിടക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചോറുന്നതൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഞാൻ കഴിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് പിന്നെ ചോറുന്നണ കാര്യമൊക്കെ ഓർമ്മ വന്നത്. അപ്പോൾ ഞാൻ കഴിച്ച് കഴിഞ്ഞതാട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ഞാൻ തേങ്ങ പൊളിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അമ്മയും ഏട്ടനും അവിടെ പുറത്ത് കാട് വെട്ടുന്ന ചെറിയൊരു പരിപാടിയിലാണ് വിറകിന് വേണ്ടി. ഞാൻ പിന്നെ തേങ്ങ പൊതിക്കാൻ ഇന്ന് തേങ്ങ എന്ന് വെച്ചാൽ നമ്മൾ വെളിച്ചെണ്ണയ്ക്ക് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഈ തേങ്ങ പൊളിച്ച് നമ്മൾ ഉണക്കി വെളിച്ചെണ്ണ ആക്കിയിട്ടാട്ടോ ഉപയോഗിക്കൽ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളെ വീട്ടിൽ അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ തേങ്ങ കൊടുത്ത് മില്ല് കൊടുത്തിട്ട് അതിനുള്ള വെളിച്ചെണ്ണ വാങ്ങുക ചെയ്യുന്നത്. അങ്ങനെ വെയിലിൻ്റെ ശക്തി കൊണ്ട് ഭയങ്കര ചൂടുമല്ലേ. അപ്പം ഏട്ടന് ഇളന്നി ജ്യൂസും വാങ്ങി കൊണ്ടുവന്ന് പിന്നെ വത്തക്കയും കൊണ്ടുവന്ന്. അങ്ങനെ ഞാനും അമ്മയും ഏട്ടനും അതൊക്കെ കഴിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞാനും ഏട്ടനും ജസ്റ്റ് ഒന്ന് ഫ്രഷായി പിന്നെ ബീച്ചിലേക്ക് ഇറങ്ങി. വെറുതെ ഒരു രസം. അങ്ങനെ കുറച്ച് നേരം ബീച്ചിലൊക്കെ പോയിരുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വടായൊക്കെ പൊട്ടിച്ച് വീട്ടിൽ വന്ന് ഫുഡ് കഴിച്ച് കിടക്കണം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ